സിനിമാ താരം മായ മേനോൻ ബി.ജെ.പിയിലേക്ക് അംഗത്വം എടുത്തിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് ബി.ജെ.പി നേതാവും എം.പിയുമായ സുരേഷ് ഗോപിയിൽ നിന്നാണ് മായ മേനോൻ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. മായ മേനോൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാഡം, എങ്ങനെയാണ് ബി.ജെ.പിയിലേക്ക് ഒരു കടന്നുവരവ്? അല്ല, ബി.ജെ.പി എന്നതിനൊക്കെ എനിക്ക് പാർട്ടികളല്ല. ഞാൻ നോക്കുന്നത് അവരെന്താണ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ 2014 തൊട്ട് നമ്മൾ കണ്ടുവരുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ ടിക്കിട്ട് പോകുന്നത്, അതായത് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇത്രയും വർഷം മറ്റു പലർക്കും ചെയ്യാൻ കഴിയാതിരുന്നത് ഇത്രയും കുറച്ച് സമയം കൊണ്ട് അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യണമെന്നുള്ളത് ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷക എന്നുള്ള തരത്തിൽ ശ്രദ്ധിക്കേണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കെൻ്റെ നാടിന് ഗുണമായിരിക്കും ഇത്. നമ്മൾക്ക് ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടാൻ, ഇവിടെ എന്താ പറയുക, കൃത്യമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ, നമ്മളുടെ നാടിന് ഈ പറയുന്ന പോലെ മോദിജി വന്നതിന് ശേഷം നമ്മുടെ നാടിൻ്റെ പ്രതിച്ഛായയും നമ്മുടെ വളർച്ചയും GDP-യിലും എല്ലാം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായി കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊരു വെറും വാക്കല്ല എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായ അതിന് ഡാറ്റാസ് ഉണ്ട്. അതിൻ്റെ ബേസിസിലാണ് ഈ പാർട്ടിയുടെ ഒപ്പം നിൽക്കാം എന്നുള്ളത് വന്നത്. പക്ഷേ ഞാൻ അതിനു വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ല. ഇന്നലെ ഇവരെന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഇന്ന് തൃക്കാർത്തിക ദിവസമായിട്ട്, എൻ്റെ കുലദേവതയുടെ പിറന്നാൾ ദിവസമായിട്ട്, എന്താ പറയുക, മുരുകയുഗം തുടങ്ങിയ ഈ സമയത്ത് അദ്ദേഹത്തിൽ തിരി തെളിഞ്ഞിരിക്കുകയാണ് തിരുപ്പുറംകുன்றത്ത്. ആ ദിവസം തന്നെ സുരേഷ് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ അംഗത്വം കിട്ടുക എന്ന് പറഞ്ഞത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം വരെ എനിക്കറിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഐ കൺസിഡർ ദിസ് ആസ് എ ബ്ലെസ്സിങ്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ബി.ജെ.പിയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഒരു സിനിമ. അത് ബി.ജെ.പി എന്നല്ല, നമ്മൾ നമ്മുടെ നാട്ടിലെ എല്ലാ പാർട്ടികളെയും നിരീക്ഷിക്കും. കാരണം നമ്മളിവിടെ ജീവിക്കുന്നവരാണ്. അപ്പം നമ്മുടെ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുണ്ടോ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സേഫ് ആയിരിക്കുമോ, ഇവിടുത്തെ സ്ത്രീകൾക്ക് എന്താ പറയുക സുരക്ഷിതത്വം ഉണ്ടാവുമോ, ഇവിടെ ജോലി സാധ്യതകൾ ഉണ്ടാവുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺസേൺ ആണ്. നമ്മൾ അങ്ങനെ ഉറങ്ങി എണീറ്റ് പോകുന്ന സ്ത്രീകളല്ലല്ലോ ഇപ്പോൾ എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് കേരളത്തിൽ. അപ്പോൾ കൂടുതൽ ചിന്തിക്കണം, അതിനെക്കുറിച്ച് നന്നായിട്ട് നിരീക്ഷിക്കണം. അപ്പോൾ ആ നിരീക്ഷിക്കുന്ന എല്ലാ സ്ത്രീകളിലും എന്നെ പോലെ, ഞാൻ ഇപ്പോൾ ഇത് അംഗത്വം എനിക്ക് കിട്ടിയെന്നുള്ളൂ, ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇതിൽ അംഗത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. കാരണം എനിക്കറിയാം ഒരുപാട് പേർക്ക് ഇതിനോടുള്ള, ഈ പാർട്ടിയോടുള്ള, പ്രത്യേകിച്ച് ദാമോദർദാസ് മോദിജി എന്ന് പറയുന്ന ആ മഹത് വ്യക്തിത്വത്തോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത് കാണിച്ചിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അല്ലാതെ വെറുതെ പോയി എന്തെങ്കിലും കാട്ടിക്കൂട്ടി വോട്ട് ചോദിക്കുകയല്ല, കൃത്യമായ റിസൾട്ട് കൊടുത്തിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അതാണ് എന്നെ ആകർഷിച്ചത്. ബി.ജെ.പിയിൽ അംഗത്വം എടുത്തു, സജീവമായി തന്നെ ബി.ജെ.പിയോടൊപ്പം ഉണ്ടാവോ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയാണ്? രാഷ്ട്രീയക്കാരിയല്ല, ആക്ച്വലി ഞാൻ കലാകാരിയാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇവിടെ വന്ന ഈ അംഗത്വം എടുത്തതുപോലെ തന്നെ എൻ്റെ കയ്യിലായിരുന്നില്ല. അപ്പോൾ അതൊരു സംഭവിച്ചതാണ്. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ നിശ്ചയം എന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ ആളാണ്. നേരത്തെ ഊർമിള ഉണ്ണി ബി.ജെ.പിയുടെ ഭാഗമാകുന്നു, ഇപ്പോൾ മാഡം വരുന്നു. ഇങ്ങനെ സിനിമക്കാരൊക്കെ കൂടുതലായി ബി.ജെ.പിയിലേക്ക് എത്തുകയാണോ? അതെനിക്കറിയാം. ഞാൻ മറ്റൊരാളെ നോക്കിയിട്ടല്ല. എനിക്കൊരു അവസരം വന്നപ്പോൾ ഇത് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട്, ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളതുകൊണ്ട് അംഗത്വം നേടിയെന്നേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ആരെയും ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് മായ മേനോൻ അവരും ബി.ജെ.പിയുടെയൊക്കെ ഭാഗമായി വന്നിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിനെ വിലയിരുത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പി അംഗത്വം എടുത്തിട്ടുണ്ടെങ്കിലും ഏതായാലും സജീവമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് അവർ ഇപ്പോഴില്ല എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.